ഹായ് ഫ്രണ്ട്സ്, 60% BSc കെമിസ്ട്രി ബിരുദമുള്ള ആളാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. കേരള PSCയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് അപ്പൊ കെമിസ്ട്രി ബിരുദക്കാർക്ക് BSc മതി, ഡിഗ്രി മതി, PG വേണ്ട. 60% ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ, കെമിസ്ട്രി ബിരുദം പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിലവിൽ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്, നിങ്ങളുടെ പ്രൊഫൈലിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ ഈ ഒരു തസ്തികയെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ, സിലബസ് എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയാം. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണെന്ന് പറയാം. അതിനു മുന്നേ പറയട്ടെ, I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ കെമിസ്ട്രി പരീക്ഷകൾ ഉയർന്ന റാങ്കുകൾ നേടിയ അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ മികച്ച ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇയർ എൻഡിങ് ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ടെക്നിക്കൽ അസിസ്റ്റന്റ് കേരള ഡ്രഗ്സ് കൺട്രോൾ എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര്. ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര്. ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലേക്കാണ് നിയമനം. കാറ്റഗറി നമ്പർ 615/2025 615/2025 ഇപ്പോൾ ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 4 ആണ് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട. നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ടെക്നിക്കൽ അസിസ്റ്റന്റ് നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഡിഗ്രി ഉള്ള ആളുകളെ സംബന്ധിച്ച് മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. ഇനി ഇതിന്റെ സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. 35,600 മുതൽ 75,400 വരെയുള്ള മികച്ച ഒരു സാലറി സ്കെയിലിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ 36 വയസ്സ് ഏജ് ലിമിറ്റ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. 2/1/1989 അതിനുശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC ST അല്ലെങ്കിൽ OBC ആണെങ്കിൽ ഏജ് റിലാക്സേഷനും കിട്ടും. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ഡിഗ്രി ഇൻ സയൻസ് വിത്ത് കെമിസ്ട്രി ആസ് മെയിൻ സബ്ജക്ട്. അതായത് കെമിസ്ട്രി മെയിൻ സബ്ജക്ട് ആയിരിക്കണം. നിങ്ങൾക്ക് BSc ഉണ്ടായിരിക്കണം, കെമിസ്ട്രി മെയിൻ സബ്ജക്ട് ആയിരിക്കണം. അപ്പോൾ യൂഷ്വലി BSc കെമിസ്ട്രിക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യുക. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ്. അതായത് 60% മാർക്ക് ഉണ്ടാവണം. 59.8% ഉണ്ടായിട്ട് കാര്യമില്ല. 60% ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതിൽ താഴെ വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ പോലും നിങ്ങളുടെ പിന്നീട് ഷോർട്ട് ലിസ്റ്റിൽ വന്ന ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അതുകൊണ്ട് 60% ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കെമിസ്ട്രിക്കാർക്ക് 60% മേളിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം ആ ഒരു വിഭാഗത്തിലുള്ള ആളുകളാണ് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാനുള്ളത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇതിന്റെ തൊട്ട് മുന്നത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് 2023 നവംബറിലാണ്. ഒരു 2026 നവംബർ വരെ ഇതിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. ഏതാണ്ട് 25ഓളം പേരെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും കുറെ കുട്ടികൾക്ക് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടും. അതിനുശേഷം ഈ വർഷം 2026 അവസാനത്തോടു കൂടി പുതിയ പരീക്ഷയൊക്കെ നടന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അതിൽ നിന്നാകും പുതിയ നിയമനങ്ങൾ നടക്കുക. അപ്പോൾ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. പല വിഷയങ്ങളും ഇപ്പോൾ സെറ്റ് കെമിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നെറ്റിനൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഈ ഒരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അപ്ലൈ. ഇനി എന്താണ് സിലബസ്, എന്താണ് പഠിക്കേണ്ടത്? പല മൊഡ്യൂളുകൾ, 10 മൊഡ്യൂളുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ കെമിസ്ട്രിക്കാരും പഠിക്കുന്ന സംഗതി തന്നെയാണ്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ച സംഗതിയാണ്. ഒരു BSc ലെവലിലുള്ള സിലബസ് തന്നെയാണ് കേട്ടോ. PG ലെവലിലേക്കൊന്നും പോയിട്ടില്ല. ഡിഗ്രി ലെവലിലുള്ള സിലബസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ വരും ദിവസങ്ങളായിട്ട് ഇതേ ചാനലിൽ ഉണ്ടാവും. ഇനി ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എൻവയോൺമെന്റൽ കെമിസ്ട്രിയുടെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി 2 മൊഡ്യൂളുകളാക്കി എൻവയോൺമെന്റൽ കെമിസ്ട്രിയുടെ കൂടെയും ഓർഗാനിക് കെമിസ്ട്രി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയും 2 മൊഡ്യൂളുകളാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രി, അത് ഈ പറഞ്ഞ കെമിസ്ട്രിയുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, അത് യൂഷ്വലി നമ്മൾ മറ്റ് പരീക്ഷകൾക്ക് അധികം പഠിക്കാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സിലബസിൽ അത് വരുന്നുണ്ട്. അതുകൂടെ തന്നെ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഇതുവരെയുള്ള മറ്റ് പരീക്ഷകളുടെ സിലബസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷ പഠിക്കാനായിട്ട് പറ്റില്ല. എക്സ്ട്രാ ആയിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. 2 മൊഡ്യൂളാണ് അത് കൊടുത്തിട്ടുള്ളത്. 20 മാർക്കിന് അത് ചോദിക്കും. അതുപോലെ തന്നെ പ്രോസസ് പ്ലാന്റ് ഓപ്പറേഷൻസ് ആൻഡ് സേഫ്റ്റി, അതും ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അത്
അതും 10 മാർക്കിന് ചോദിക്കും. പെട്രോളിയം ആൻഡ് എനർജി എഞ്ചിനീയറിംഗ് അതും ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, അതും ചോദിക്കും. പെട്രോളിയം ആൻഡ് എനർജി എഞ്ചിനീയറിംഗും 10 മാർക്കിന് ചോദിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സിലബസിന്റെ സ്ട്രക്ചർ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് വരും ദിവസങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് i+ പ്രൊവൈഡ് ചെയ്യുന്നത്. i+ന്റെ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ സാധിക്കും. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ മറക്കരുത്. അത് ഒന്നാമത്തെ കാര്യം. പഠനം ആരംഭിക്കാനും മറക്കരുത്. പുതിയ വർഷം പുതിയൊരു തീരുമാനം എടുത്ത് നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്കാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.